ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ബീഫ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം. ഒരു പാനിലാണ് മസാല ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, എന്നാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്തതാണ് ഞാൻ ഈ ബീഫ്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയും ബീഫും നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി കളറുണ്ടാവും. ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്ത 3 ഉരുളക്കിഴങ്ങാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ബീഫ് റോളുകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്രെഡ് ക്രംസ്, പിന്നെ ഒരു മുട്ട. ഇനി ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഈ പാലിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നന്നായി പ്രസ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഇത് റോളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ മുക്കുന്നത് ഒന്നുകൂടി ടേസ്റ്റ് കൂടാനാണ്. ഇതാ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതതിൻ്റെ ഷേപ്പിൽ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ഷേപ്പാണ് ഉണ്ടാക്കിയത്. ഈ ഒരു ഷേപ്പിൽ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് കൂടി ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ ഞാൻ ഈ 4 ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതെന്ത് ചെയ്യാം?
ഓരോന്നായിട്ട് ഈ എഗ്ഗിലൊന്ന് മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ അടുത്തതെടുക്കുക, ഇതും എഗ്ഗിലൊന്ന് മുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഓയിൽ ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബീഫ് റോളുകൾ ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ നിറം ആവുന്നുണ്ട്. ഈ ടൈമിൽ വേണം ഇത് കോരിയെടുക്കാൻ. ഇതൊരു ടിഷ്യൂവിലേക്ക് മാറ്റാം. നമ്മുടെ ബീഫ് റോള് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യണം.